Hey guys, welcome back to our channel. ഈ വ്ളോഗ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ദിവസം ലുലു മാളിലൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എടുത്തൊരു വീഡിയോ ആയിരുന്നു ഇത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്തങ്ങ് ഇട്ടേക്കാന്ന്. വലിയ ഇരുട്ടുന്നതിന് മുമ്പാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്കും ഒരു സമയമായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുറേ പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാടി ഞങ്ങൾ ലുലു മാളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ട് കയറണം എവിടെ കയറണം എന്നൊക്കെ ഭയങ്കര ഉത്സാഹമായിരിക്കുമല്ലോ. ഇവിടുത്തെ TV-യുടെ പ്രൈസൊക്കെ ഒന്ന് ചോദിക്കണമായിരുന്നു, അല്ലെങ്കിൽ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യാന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഒന്ന് ചോദിക്കാനായിട്ട് ലുലു കണക്റ്റിലോട്ട് ഫസ്റ്റ് പോയി. ഈ TV-കളൊക്കെ വയ്ക്കുന്ന കടയ്ക്കകത്ത് ഇടുന്ന വീഡിയോസൊക്കെ വലിയ എസ്തറ്റിക് ഒന്നും അല്ലെങ്കിൽ കാണാൻ നല്ലൊരു രസമൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ അടുക്കളയിലോട്ടുള്ളൊരു സാധനം നോക്കിയിട്ടുണ്ടായിരുന്നു. വലിയ കാര്യമൊന്നും ഇല്ലായിരുന്നു, നല്ലൊരു മനസ്സുഖത്തിന് വേണ്ടിയൊന്ന് നോക്കി. ഇവിടെ എനിക്കായാലും ചേച്ചിക്കായാലും ഇലക്ട്രോണിക് സാധനങ്ങളെ നോക്കി നിൽക്കുന്നതിനെക്കാട്ടിൽ ഈ ഹോം ഡെക്കർ സാധനങ്ങളൊക്കെ നോക്കി നിൽക്കുകയാണ് ഏറ്റവും ഇഷ്ടം. പ്രത്യേകിച്ച് ലുലുമാളിൽ നമ്മൾ ഈ കാണാത്ത ഡിസൈൻ പാറ്റേണിലൊക്കെ ഉള്ള ബെഡ്ഷീറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അധികമൊന്നും എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ ടേബിളിൻ്റെ മുകളിലിടുന്ന ആ ഷീറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ പൊന്നെ, ഇതിനെക്കുറിച്ച് ഒന്നും പറയണ്ട, ഞാൻ അവസാനം പറഞ്ഞു തരാം. പുതിയ ഐഫോൺ കിട്ടിയത് കൊണ്ട് തന്നെ ഏതൊരു കണ്ണാടി കണ്ടാലും അതിൻ്റെ മുമ്പിൽ കിടന്ന് ഷോ കാണിക്കാൻ ഞങ്ങൾ ഒരിക്കലും മറക്കാറില്ല. പിന്നെ ഞങ്ങൾ നേരെ സ്റ്റുഡിയോയിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. എനിക്കും ചേച്ചിക്ക് 2 ഉടുപ്പ് എടുക്കണമായിരുന്നു. അപ്പോൾ അതിൽ ഇഷ്ടപ്പെട്ട 2 ഉടുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. വീണ്ടും കണ്ണാടിയുടെ മുമ്പിൽ വന്ന് പോസൊക്കെ ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു ഞങ്ങൾ 2 പേരും. ഇതായിരുന്നു കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ഡ്രസ്സ്. ചേച്ചി എടുത്ത ഡ്രസ്സിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. കുറേ കിടന്നഴിഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ ആ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഫ്ലോറിലോട്ട് ചെന്ന് അവിടെ കുറേ ഇരിക്കാൻ സ്ഥലം ഉണ്ടല്ലോ. അപ്പോൾ കുറച്ച് നേരം അവിടെ ചെന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പം ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോകാൻ പോവാണ്. നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ കയറി. അപ്പോൾ നമ്മളിപ്പോൾ ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോയിട്ട് എന്തുവാ ഫുഡൊക്കെ മേടിക്കാൻ, വെറൈറ്റി ഫുഡ് മേടിക്കാൻ പോവാണ്. പിന്നെ അവിടെ കുറച്ച് നേരം കൊണ്ട് ഇരുന്ന് ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് ആണ് നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഹൈപ്പർ മാർക്കറ്റിലോട്ട് കയറിയപ്പോൾ തന്നെ അധികം ആലോചിക്കാതെ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു ഈ ഹെയർ റോളർ. കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന് മേടിച്ചായിരുന്നു. ക്രാഫ്റ്റ് സെക്ഷനിലോട്ടൊക്കെ കയറി വല്ല പുതിയ സാധനങ്ങളൊക്കെ കാണുകയാണെങ്കിൽ മേടിക്കാമെന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. ഒന്നും അങ്ങനെ ഇല്ലായിരുന്നു, അതുകൊണ്ടൊന്നും മേടിച്ചില്ല. പിന്നെ ഞാനും ചേച്ചി ഈ പാത്രങ്ങളുടെ സെക്ഷനിലോട്ടൊക്കെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. എനിക്കായാലും ചേച്ചിക്കായാലും ഇങ്ങനത്തെ ഈ ഗ്ലാസ് മഗ്ഗുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇങ്ങനെ നോക്കി നിൽക്കാനേ ഇഷ്ടമുള്ളൂ. എനിക്ക് വലിയ മേടിച്ചാൽ കൊള്ളാത്തുണ്ട്, പക്ഷെ അങ്ങനെ മേടിക്കാറില്ല ഇങ്ങനത്തെ സാധനങ്ങൾ. അവസാനം ലുലുമാളിൽ നിന്ന് എനിക്ക് ഈ ടംബ്ലർ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഗ്ലാസ് ടംബ്ലർ. മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്യാനിരുന്നായിരുന്നു. പിന്നെ ഇവിടുന്ന് കിട്ടിയപ്പോൾ അവിടെ നിന്ന് അങ്ങ് മേടിച്ചു. 150 രൂപ എങ്ങാണ്ടേ ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ കുറേ കുപ്പികളും ഗ്ലാസ് ജാറും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ എന്തായാലും ലുലുമാളിൽ പോയാൽ ഒരിക്കലും മറക്കാതെ ചേച്ചി എടുക്കുന്നൊരു സാധനമാണ് പ്രിങ്കിൾസും ക്രോസാങ്ങും. അത് ആരായാലും എടുക്കും. പ്രിങ്കിൾസ് ക്രോസാങ് ആയാലും എപ്പോൾ പോയാലും എടുക്കുന്നൊരു സാധനമാണ്. പിന്നെ ഒരു ഗ്രേപ്പ് ജ്യൂസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എപ്പോഴും എടുക്കുന്നത് അത് തന്നെ. വെറൈറ്റി എന്ന് പറഞ്ഞാൽ ചുമ്മാതല്ല ഗൈസ്, എപ്പോഴും ഞങ്ങൾ സാൻഡ്വിച്ച് എടുക്കും. പക്ഷെ എന്നാലും ഇന്ന് നമ്മൾ ഈ സാലഡ് എടുത്തിട്ടുണ്ടായിരുന്നു. സാലഡും സാൻഡ്വിച്ചും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്തോ ചിക്കൻ ടിക്ക സാൻഡ്വിച്ച് അങ്ങനെ എന്തോ ഒരു സാധനമാണ്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും സാധാരണ എപ്പോൾ ലുലുമാളിൽ കയറിയാലും നമ്മളെപ്പോഴും ഈ വണ്ടി ഇട്ടേക്കുന്ന സ്ഥലം എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. പക്ഷെ ഇന്ന് അധികം കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ റോഡ് സൈഡിൻ്റെ അവിടെ ആയിട്ടായിരുന്നു പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ട്രോളി നിറച്ച സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. അത് കുറേ കവറും കുറേ മറ്റേ എല്ലാ സാധനങ്ങളും കൂടെ കൂട്ടി ഒരു ട്രോളി ഫുൾ ഉണ്ടായിരുന്നു. സ്റ്റാർബക്സ് കണ്ടപ്പോൾ എന്നാൽ കുറച്ച് എസ്തറ്റിക് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് സൂം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും എസ്തറ്റിക് ആയെന്ന് വിചാരിക്കും. എന്നിട്ട് അച്ഛൻ കാറുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു റോഡിൽ നിന്ന്. അപ്പം ഞാനും ചേച്ചിയും അമ്മയും കൂടെ നമ്മുടെ മറ്റേ ആ കോഫിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു, കോൾഡ് കോഫിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുടിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. സത്യം പറയാലോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു ദിവസമായിരുന്നു. എന്ന് വെച്ചാൽ
നല്ലൊരു ഫൺ ഡേ ആയിരുന്നു. വീട്ടിൽ ചെന്ന് ഹോൾ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിരുന്നായിരുന്നു. പക്ഷെ പിന്നെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും നമ്മൾ ഈ മേടിച്ച സാധനങ്ങളൊക്കെ കഴിച്ചോണ്ടങ്ങിരുന്നു. അല്ലാതെ വ്ലോഗ് എടുക്കാനുള്ള മൂഡൊന്നും ഇല്ലായിരുന്നു. ഇനി ഞാൻ പറഞ്ഞില്ല ടേബിൾ ഷീറ്റിൻ്റെ കാര്യം, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആ സാധനം കണ്ടപ്പോൾ ഞങ്ങൾ പ്രിൻ്റൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ എന്നും പറഞ്ഞ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഓവൽ ഷേപ്പിലുള്ള ടേബിൾ മാറ്റായിരുന്നു. ഞങ്ങളുടെ ടേബിളോ റെക്റ്റാങ്കിളും ബെസ്റ്റ് കോമ്പിനേഷൻ അല്ല. ആൻഡ് ഇനി ഞങ്ങൾ കഴിക്കാൻ മേടിച്ചത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം. ഫസ്റ്റ് ഈ സാലഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു, ക്രോസാങ് മേടിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഡ്രാഗൺ ചിക്കൻ സാൻഡ്വിച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു, 2 കുബൂസ് മേടിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കുറേ ഫ്രൂട്ട്സ്, പിന്നെ ഈ ഒരു ഗ്രേപ്പ് ജ്യൂസ്, അതെല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബൈ.